വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുവളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ക്രൈസ്തവ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ അവസാന ഭാഗത്ത് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചാണ് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ലോർഡ്സ് പ്രെയർ, അവർ ഫാദർ എന്ന് പൊതുവെ നമ്മൾ അറിയപ്പെടുന്ന പ്രാർത്ഥന. യേശുവിനോടൊരു ശിഷ്യൻ ചോദിക്കുകയാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. യോഹന്നാൻ തൻ്റെ ശിഷ്യരെ എന്താ പഠിപ്പിച്ചതെന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷേ യേശു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കർത്തൃ പ്രാർത്ഥന അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള അതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കാം. സാറ് പറഞ്ഞതുപോലെ ഈ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. അതുതന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശിഷ്യന്മാരെ അങ്ങനെ കർത്താവിനോട് ചോദിക്കാൻ കാരണം കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടിട്ടാണ്. ഈ ഭാഗം വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ വായിച്ചാലും യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു സമയം യേശു എടുക്കുന്നതും അങ്ങനെ യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കരുതുന്നു, ചെലവഴിക്കുന്നു ദീർഘസമയം. അതിൻ്റെ ഫലങ്ങളാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഓരോ അത്ഭുതകരമായ നിമിഷങ്ങളിലും കണ്ടെത്തുന്നത്. അവന് സാധാരണ ഭക്ഷണം പോലെ തന്നെ എന്തോ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് പ്രാർത്ഥന. ഒരു അവിഭാജ്യ ഘടകമാണ്. അവിഭാജ്യ ഘടകമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഇവർക്ക് തോന്നിയത്, അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു പ്രാർത്ഥന ഉണ്ടായാൽ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് അവർ ചോദിച്ചതാണ്. അപ്പോൾ ചോദിച്ച് നമ്മളൊരു ആഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരാളോട് എപ്പോഴും ഗുരു എപ്പോഴും മനസ്സ് തുറക്കും. നല്ല ഗുരുക്കന്മാരാരും ചോദിക്കാതെ ഒന്നും കൊടുക്കാറില്ല. അങ്ങോട്ട് ചെന്ന് ശിഷ്യന്മാരെ മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു വിചാരം പൊതുവെ നല്ല ഗുരുക്കന്മാർക്കില്ല. ഹൈന്ദവ പാരമ്പര്യത്തിൽ തന്നെയുള്ള നമ്മൾ സന്യാസിമാരുടെ കാര്യങ്ങളൊക്കെ വായിച്ചാൽ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ സൂഫി സന്യാസികൾ സന്യാസ ജീവിതം നയിക്കുന്ന കുറേ കൂടി ദൈവവുമായി, പ്രപഞ്ചവുമായി, ജനങ്ങളുമായി ആത്മീയമായ ഐക്യത്തിൽ എത്തിച്ചേർന്ന മനുഷ്യരാരും ഒരിക്കലും മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ശിഷ്യത്വത്തിൻ്റെ ക്ലൈമാക്സ് തന്നെ ഗുരുവിനോട് ആവശ്യപ്പെടുന്നതിലാണ്. അവർ ചോദിക്കണം ഒരു ഗുരുദക്ഷിണയൊക്കെ എടുത്ത്. അപ്പോൾ അതുപോലെ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ഗുരു ഒരിക്കലും ഇമ്പോസ് ചെയ്യുകയോ ഗുരുത്വമുള്ള ഒരാൾ വേറൊരാളെ മേത്ത് അടിച്ചേൽപ്പിക്കുകയോ വേറൊരാളെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ആ ശിഷ്യഗണത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു വലിയ ആളാകാൻ വേണ്ടിയുള്ള പരിശ്രമമൊന്നും അയാൾക്കില്ല. ആ ഒരു നല്ല ഗുരു എപ്പോഴും ചെയ്യുന്നത് ഇൻസ്പയർ ചെയ്യുകയാണ്, പ്രചോദിപ്പിക്കലാണ്. നല്ല ഗുരുവിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അവരെ പ്രചോദിപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിതമാകുന്ന പ്രാർത്ഥന കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ശിഷ്യന്മാരെ പ്രചോദിപ്പിച്ചത് കൊണ്ടായിരിക്കാം അവർ തന്നെ ഇങ്ങനൊരു. അപ്പോൾ അങ്ങനെ വരുന്ന യഥാർത്ഥ ആഗ്രഹത്തിൽ നിന്ന് മുളയെടുത്ത ഒരു ശിഷ്യത്വത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യഗണത്തെ കണ്ടപ്പോൾ പറയുന്ന കാര്യം അതെപ്പോഴും ഗുരുക്കന്മാർ വളരെ സാരവത്തായ കാര്യങ്ങളെ പറയുള്ളൂ. അതുപോലെയാണ് യേശു ഇത് കൊടുത്തത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇത് വന്നു എന്നുള്ളത് തന്നെ ആ പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിലൂടെയാണ് നമ്മൾ എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ കർത്താവ് ശിഷ്യന്മാരെ വാസ്തവത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ യേശു തന്ന പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ അതിന് വേറെ പ്രാധാന്യമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഗുരു കൊടുക്കുന്നത് പോലെയുള്ള ഒരു ഗുരു അല്ല യേശു. യേശു നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവപുത്രനാണ്.
ദൈവം തന്നെയാണ്. അനാദികാലം മുതൽ സൃഷ്ടിയുടെ അനാദികാലം മുതൽ വചനമായ യേശു പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം ഉണ്ട് ത്രിത്വൈക ദൈവത്തിൽ. അപ്പോൾ ദൈവത്തോടൊപ്പം വസിച്ച ഒരാൾക്കാണ് ദൈവത്തിൻ്റെ മനസ്സ് അറിയാവുന്നത്, ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ മനസ്സ് പ്രാർത്ഥന അറിയാവുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു മനുഷ്യനായിട്ട് വന്നു. മനുഷ്യനായിട്ട് വന്നിട്ട് മനുഷ്യരൂപം പ്രാപിച്ച് മനുഷ്യനോടൊപ്പം ജീവിച്ച് മനുഷ്യൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും കണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തിൽ അവന് വരാവുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കിയിട്ട് ആ അവസരങ്ങളിലൊക്കെ മനുഷ്യൻ എന്താണ് ഒരു ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ചോദിക്കേണ്ടത് എന്ന് മനുഷ്യൻ്റെ പക്ഷത്തു നിന്ന് വായിക്കാനും മനസ്സിലാക്കാനും യേശുവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോടൊപ്പം ഉള്ള ഒരാളെന്ന നിലയിലും ദൈവമായിരിക്കുന്ന ഒരാളെന്ന നിലയിലും മനുഷ്യനോടൊപ്പമായിരുന്ന ഒരാളെന്ന നിലയിലും പൂർണ്ണ മനുഷ്യനായി തീർന്ന ആളെന്ന രീതിയിലും യേശു നൽകുന്ന പ്രാർത്ഥനയ്ക്ക് കുറേ കൂടി പ്രാധാന്യമുണ്ട്. കാരണം അത് ദൈവവും മനുഷ്യനുമായ രണ്ട് ആളുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് യേശുവിനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യേശുവിൽ നിന്ന് വരുന്ന അതുകൊണ്ടാണ് ഈ കർത്തൃപ്രാർത്ഥനയ്ക്ക്, സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയ്ക്ക് ആദിമകാലം മുതൽ തന്നെ നമ്മുടെ സഭയുടെ ആദ്യകാലത്ത് ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അപ്പം മുറിക്കുന്നത് പോലെ ഉണ്ടായിരുന്ന ആ ഇതിൽ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും സ്വർഗസ്ഥനായ പിതാവേ ഉണ്ട്. പഴയ ആദിമ ക്രൈസ്തവരുടെ കാലഘട്ടങ്ങളിലെ ദിവസത്തിൽ 3 പ്രാവശ്യം ഇത് ചൊല്ലിയിരുന്നു പറയും. 3 പ്രാവശ്യം ചൊല്ലിയിരുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഇതിൽ മാത്രമല്ല ഉള്ളത്, ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന വളരെ ആയിരക്കണക്കിന് സെക്റ്റുകൾ ഇന്നുണ്ടല്ലോ. അവരിൽ എല്ലാ വിഭാഗങ്ങളും പ്രധാനപ്പെട്ട ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക്ക അല്ലെങ്കിൽ ഓർത്തഡോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രിസ്ത്യൻസ്, പിന്നെ പിന്നീടുണ്ടായിട്ടുള്ള മാർത്തോമ യാക്കോബായ, പിന്നെ പെൻഡക്കോസ്റ്റൽ മിഷൻസിൽ ഇവരെല്ലാം ദൈവത്തെ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഇതിലും പ്രാർത്ഥനകളിലും ഇന്നും ഈ സ്വർഗസ്ഥനായുണ്ട്. കാരണം ശിഷ്യന്മാരെപ്പോഴും നമ്മളൊരു ഗുരുവിൽ നിന്ന് ലഭിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കുക. ചിലപ്പോൾ സാധാരണ ശിഷ്യന്മാർ ഗുരുവിൻ്റെ ചില വസ്തുക്കൾ സ്വീകരിക്കുന്നവരുണ്ട്, തിരുശേഷിപ്പായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ഡ്രസ്സുകൾ. വേറെ ചിലത് പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വചനങ്ങളാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളാണ് പാലിക്കുന്നത്. അപ്പോൾ അതുപോലെ യേശുവിൽ നിന്ന് ലഭിച്ച ഈ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം ഇത് യേശു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, ദൈവവും മനുഷ്യനുമായ വ്യക്തിയുടെ പ്രാധാന്യവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ കൽപ്പുള്ള, അറിവുള്ള, അത് ആയിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നതും സഭ അത് ഏറ്റെടുത്ത് നടത്തിയതും. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വാസ്തവത്തിൽ ഈ അടുത്ത് ഒരു പാദ്രെ നോസ്ത്രോ എന്ന് പറഞ്ഞിട്ട് ഒരു കർത്തൃപ്രാർത്ഥനയുടെ വിചിന്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ആത്മീയ ലോകത്ത് കുറേ കൂടിയൊക്കെ പൊതുവെ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആശയങ്ങൾ അതിൻ്റെ കുറേ കൂടിയും ശ്രേഷ്ഠമായ ഭാവത്തിൽ അദ്ദേഹം അത് അതിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാലിക പ്രസക്തി കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, ദൈവത്തെപ്പറ്റി ഏറ്റവും ഉദാത്തമായ സങ്കല്പം പഠിപ്പിച്ചതും അത് നമ്മളെ പറയാൻ, നിലനിർത്താൻ, ജീവിക്കാൻ സഹായിക്കുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. കാരണം ഈ സ്വർഗസ്ഥനായ പിതാവ് ആണ് ഈ ദൈവമെന്ന് പറഞ്ഞത് യേശുവാണ്. അതിനുമുമ്പ് ഈശ്വര സങ്കല്പം എല്ലായിടത്തും ഉണ്ട്. ഈശ്വരൻ, ആ ഈശ്വരൻ അമർത്യനാണ്, കുറെ വിശേഷണങ്ങളൊക്കെ, സർവശക്തനാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈശ്വരൻ എന്നുള്ളതിന് ഒരു വ്യക്തിരൂപം കിട്ടിയത് കുറെ കൂടി ശക്തിരൂപത്തിൽ അപ്പുറത്ത് വ്യക്തിരൂപം കിട്ടാൻ യേശു ഈ പിതാവായ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ദൈവസങ്കല്പം തന്നെ മാറുകയാണ്, വ്യക്തി തന്നെയല്ലേ ഒരു അപ്പൻ എന്നുള്ള അതിലേക്ക് വരുന്നു. പക്ഷെ ഇപ്പോൾ പഴയ നിയമത്തിൽ ആദ്യമൊക്കെ വന്നിരുന്നത്, മതങ്ങളൊക്കെ ഉത്ഭവിച്ചപ്പോൾ ആദ്യം ഈശ്വരൻ ഒരു പ്രകൃതി ശക്തിയായിട്ട് കണ്ടു, പിന്നെ അത് ചില ആത്മാക്കളുടെ ഇതായിട്ട് കണ്ടു, പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന ചില ദേവന്മാരും ദേവികളായിട്ട് കണ്ടു, പിന്നെ അത് അവരുടെ ഈ വളരെ കുറേ കൂടിയും പല ദേവന്മാർക്കും ഒരു ചക്രവർത്തി പോലെ, രാജാക്കന്മാർക്ക് ചക്രവർത്തി ഉണ്ടായിരുന്ന പോലെ
ദേവാദിദേവനായിട്ടുള്ള ആളുകളുണ്ടെന്ന് കണ്ടു. അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യത്തിലെല്ലാം നമ്മൾ ശ്രമിക്കുന്നത് എന്താണ്? ഈ ദൈവത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം രൂപപ്പെടുത്തുകയാണ്. പക്ഷെ അങ്ങനെയുള്ള സങ്കല്പം രൂപപ്പെട്ടതിൽ വാസ്തവത്തിൽ വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു വെറും ആശയമല്ല, അല്ലെങ്കിൽ അതൊരു ആശയമായിട്ട് എല്ലാത്തിൻ്റെയും പൂർണ്ണത എന്നുള്ളൊരു ആശയമായിട്ടാണ് പലരും ദൈവത്തെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ സർവശക്തൻ, അദ്ദേഹത്തിൻ്റെ ശക്തി, പ്രാഭവം, അല്ലെങ്കിൽ പ്രപഞ്ചനാഥൻ, ഈ സൃഷ്ടാവ് എന്നുള്ള രീതിയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ ഗുണങ്ങളാണ്. പക്ഷെ ആരാന്നറിയില്ല, ആരാണ് എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഈ നമ്മുടെ തന്നെ പല ഇപ്പോൾ 1000-ഓളം ശ്ലോകം ഇങ്ങനെ വാക്കുകൾ, സാൻസ്ക്രിറ്റ് പദങ്ങൾ യേശുവിനെ കുറിച്ച് സഹസ്രനാമം എഴുതിയ ഒരച്ഛനുണ്ട്. നമ്മുടെ തൃശ്ശൂർ രൂപതയിൽ തന്നെ പെട്ട ഒരച്ഛനാണ്. അച്ഛൻ മരിച്ചുപോയി, വർഷങ്ങളായി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഓരോ മതത്തിലും ഈശ്വരനായിട്ട് കണ്ടിതപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് നീണ്ട സങ്കല്പങ്ങൾ, നാമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങൾ ഇസ്ലാം മതത്തിലുണ്ട്. ഹൈന്ദവ മതത്തിലേക്ക് കടന്നാൽ ഇഷ്ടം പോലെയാണ്, ആയിരക്കണക്കിന് കോടാനുകോടി പദങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഇതിൽ ഈ നമുക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഏതെങ്കിലും ദൈവത്തിൻ്റെ എന്നുള്ള ആ ദൈവത്തിൻ്റെ ചില ഗുണങ്ങളല്ല പറയുന്നത്, ചില പ്രഭാവങ്ങളല്ല പറയുന്നത്, ചില മഹത്വങ്ങൾ വിവരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു ആശയമാണെന്ന് പറയുകയല്ല, പിന്നെയോ ഒരു ശക്തിയാണെന്ന് പറയുകയല്ല, അതിനപ്പുറത്ത് അത് ഒരു പിതാവാണ് എന്ന് പറയുമ്പോൾ അതിലെ ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെയുള്ള, ഇനി ഇസ്രായേൽ പാരമ്പര്യത്തിലുള്ള ആ പഴയ കാഴ്ചപ്പാട് തന്നെ അത് തിരുത്തപ്പെടുന്നതാണ്. കാരണം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പലപ്പോഴും യഹോവയെ കണ്ടിരുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ടീമായിട്ടാണ്. സർവശക്തനാണ്. സീനായി മലയിൽ തന്നെ ആരാണ് നീ എന്ന് മോശ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞ ഒരു കണക്കി മനസ്സിലാവില്ല ആൾക്കാർക്ക്. ഞാൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു ദർശനം, ഒരാശയമായിട്ട് നിൽക്കുകയാണ്. വേറൊന്നിനോടും സാമ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അതുല്യനാണ് എന്നൊക്കെ അതിലൂടെ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അങ്ങനെ പഴയ നിയമം തന്നെ അത് കണ്ടു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് പ്രവാചകന്മാരിലൂടെയും ഇവരൊക്കെ ഇങ്ങനെ തെറ്റുകൾ തിരുത്തുന്ന ഒരു ദൈവത്തെ കണ്ടു. അല്ലെങ്കിൽ ആരും പാപം ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്ന ആ ദൈവമായിട്ട് കണ്ടു. വേറെ ചിലർക്ക് മന്നയായിട്ട് അവർ കണ്ടു, യാത്രയിൽ വെള്ളമായിട്ട് അവർ കണ്ടു. അങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടു. പക്ഷേ ആ ദൈവം ഒരു പിതാവാണ് എന്നുള്ള ആ ഒരു വ്യക്തിനിഷ്ഠമായ ഒരു അപ്പച്ചൻ്റെ ഒരു തലത്തിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവന്നത് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള വലിയ സങ്കല്പം. ദൈവം പിതാവാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെല്ലാം മക്കളാണെന്നുള്ള ഇതിലേക്കും വരുന്നു. അത് നമുക്ക് പിതാവാണ് എൻ്റെ കൂടുതൽ അതിൻ്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് നമുക്ക് അടുത്ത വല്ല എപ്പിസോഡിലും പറയാം. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഈ സ്വർഗസ്ഥനായ പിതാവ് എന്തുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഇത്ര പ്രാധാന്യം കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ സഭാപിതാവുള്ള തെർത്തുല്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ 4 സുവിശേഷങ്ങളുടെയും സംഗ്രഹം ഈ പ്രയറിൽ കാണാമെന്നുള്ളത്. അത് ഒരു അത്ഭുതമായിട്ട് തോന്നും. തെർത്തുല്യൻ അങ്ങനെ ആദ്യമകാലത്തെ സഭാപിതാക്കന്മാരാണല്ലോ. അവർ യേശുവിൻ്റെ മനസ്സ് അടുത്തറിഞ്ഞവരാണ്. ആദ്യമ ക്രൈസ്തവരുടെ കൂടെ ജീവിച്ചവരാണ്. ശിഷ്യന്മാരുടെ പാരമ്പര്യം പറ്റിയവരാണ്. അവിടുത്തെ ആ മനസ്സ് കുറേ ശിഷ്യന്മാരിലൂടെ അവർ അറിഞ്ഞവരാണ്. അപ്പോൾ അതിൽ അവർ അങ്ങനെ തെർത്തുല്യൻ അങ്ങനെ പറയാനായിട്ട് കാരണം ഈ ഗിരിപ്രഭാഷണത്തിൽ ആണ് ശരിക്കും കർത്താവിൻ്റെ ദർശനങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് വന്നുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5ാം അധ്യായത്തിൽ മലയിലെ പ്രസംഗം, ആ മലയിലെ പ്രസംഗം 3 അധ്യായങ്ങളിൽ നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായി എഴുതുന്നു. ലൂക്കിൽ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്, മാർക്കോസിലും ഒക്കെ കാണും. യോഹന്നാനിൽ അത്രയധികം അത് ആവർത്തിക്കപ്പെടുന്നില്ല, സമാന്തര സുവിശേഷങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ പല പല സ്ഥലങ്ങൾ. പക്ഷെ മത്തായിയിൽ അത് വളരെ മനോഹരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷ ഭാഗങ്ങളാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യേശുവിൻ്റെ ഈ മലയിലെ പ്രസംഗമാണ് ഏറ്റവും ദർശനങ്ങൾ പറയുന്നത്. എന്നാൽ ഏറ്റവും നല്ല പ്രാർത്ഥന ഈ ദർശനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതിനുള്ള ശക്തിക്കായിട്ടും അതിനുള്ള നന്ദിയായിട്ടും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന രൂപം വരുന്നത് ഇതിലാണ്. പ്രാർത്ഥനയുടെ രൂപം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഗിരിപ്രഭാഷണത്തിൻ്റെ മുഴുവൻ ചുരുക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
നമുക്ക് മനസ്സിലാവും എന്താണ് സുവിശേഷം പറയണേ. ആ കാര്യം തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. ഇപ്പോൾ ചില സുവിശേഷങ്ങളിൽ 5 യാചനയും ചില സുവിശേഷങ്ങളിൽ 7 യാചനയാക്കിയായിട്ട് ഫോമിലാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? സുവിശേഷം, നല്ല വാർത്ത, സദ്വാർത്ത, നല്ല വാർത്ത, സദ്വാർത്ത, നല്ല വിശേഷം എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് ഈ സുവിശേഷം? ക്രിസ്തു കൊണ്ടുവന്ന സുവിശേഷം അത് ദൈവം പിതാവാണെന്നും നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളൊക്കെ മക്കളാണെന്നുമാണ്. അപ്പോൾ ഒരു ഫാമിലിയായി. അപ്പോൾ ഒരു ഫാമിലിയായി. ഇപ്പോൾ പിതാവ്, അപ്പൻ, നമ്മളെല്ലാം മക്കൾ. നമ്മൾ മക്കളാവുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സഹോദരി സഹോദരന്മാരായി. കഴിഞ്ഞ ആഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീനാരായണ അവരോട് പറഞ്ഞു കൊടുത്തത് നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതെ, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാമിമാരെല്ലാം അവിടെ ചെന്ന് ശിവഗിരിന്ന്. അപ്പോൾ അത് ശ്രീനാരായണ ഗുരു സ്വാമികൾ തന്നെ അവർ തന്നെ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകണമെന്ന് ആലോചിച്ച് പോയി കണ്ട്. അപ്പോൾ ആ മാർപ്പാപ്പ അവിടെ വളരെ അന്ന് സച്ചിദാനന്ദ സ്വാമി അതിൻ്റെ ഇപ്പോഴത്തെ ട്രസ്റ്റ് അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അത് പറയുകയും ചെയ്തു. അതായത് നമ്മളെല്ലാം ഓരോ ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ഒരു ദൈവത്തെങ്കിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് കുറച്ച് നാൾ മുമ്പ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പല ആൾക്കാർക്കും ഇങ്ങനെ ദഹിക്കാൻ ഇച്ചിരി വിഷമം ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ അത് പുതിയ പഠനമൊന്നുമില്ല, സഭയുടെ പണ്ടുള്ള പഠനം അത് തന്നെയാണ്. പക്ഷേ ഇടക്കാലത്ത് അതൊന്നും അത്ര ഉറപ്പിച്ചോടുകൂടി പറയാറില്ല. അപ്പം നമ്മളെല്ലാം ഒരു കുടുംബമാണ്, ഏകോദര സഹോദരങ്ങളാണ് എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ ഒരു കുടുംബമായിട്ട് ലോകം ജീവിക്കുക എന്നാണ് വാസ്തവത്തിൽ സുവിശേഷം പറയണേ. അതുകൊണ്ടാണ് തെർത്തുല്യം പറഞ്ഞത് നമുക്കൊരു പിതാവുണ്ട്, നമ്മുടെ ദൈവം എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ അനന്യനായ ശക്തി അത് ദൈവമാണ്. ആ ദൈവം എന്ന് പറയുന്നത് പിതാവും മാതാവുമാണെന്ന് പറയും. പിതാവ് എന്ന് മാത്രം പറയില്ല. കാരണം പിതാവ് എന്ന് പറയുമ്പോൾ മാതൃഭാവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാതാവും പിതാവുമായ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ധാരാളം പേരെ കണ്ടിട്ട്. ഞാൻ ഈ നല്ല തണ്ണിയിൽ ഉള്ള ഒരു 4 സഹോദരങ്ങൾ, അൽമായ സഹോദരങ്ങൾ, കാട്ടിൽ ചെറിയ ഗുഹ പോലെയുള്ള എൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയൊരു മാടം വെച്ച് കെട്ടിയിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. കാട്ടിൽ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കണം, ഒരു സൈഡ് റോഡ്. ഇപ്പോൾ ലാസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാം, കഞ്ഞി ഉച്ചനേരമായിരുന്നു, കഞ്ഞി കുടിക്കാം കുഴപ്പമില്ല, അപ്പോൾ അതിന് മുമ്പ് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കേണ്ട, ആദ്യമേ പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ പ്രാർത്ഥന ഗുഹയിലേക്ക് മാറി. അപ്പോൾ ഗുഹയിലങ്ങനെ നിൽക്കാൻ പറ്റില്ല, കാരണം അതിന് ഉയരമില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒക്കെ ആയിട്ട് നിന്നിട്ട് അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സണ്ണിയാണോ ജോർജാണോ എന്ന് ഞാൻ ഓർക്കില്ല. ഒരു 4 പേര് പഴയ ആൾക്കാരും പുതിയ ഒരു കുറച്ച് വന്നു. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ സ്വർഗത്തിലുള്ള അപ്പായേ അമ്മായേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള അപ്പായും അമ്മയും അപ്പയും അമ്മയുമായ ദൈവമേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര ഈ പിതൃമാതൃ അത് വളരെ വെളിപ്പുറത്ത് ദൈവം കേൾക്കണ പോലത്തെ വിളിയാണ് താനും. കാരണം അതിങ്ങനെ വെറുതെ അലങ്കാരികമായിട്ട് പറയുന്നതല്ല. അവർ ആ ഒരു അപ്പോൾ നമ്മളപ്പനാണ്, അല്ല ദൈവം അപ്പനാണ്. അപ്പോൾ നമ്മളൊക്കെ മക്കളാണ്, നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ മക്കളെപ്പോലെ ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് നമ്മുടെ സുവിശേഷം ആകപ്പാടെ പറയുന്നത്. ആ സുവിശേഷം തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ എന്താണ് അതിൽ പറഞ്ഞു നോക്കി? നിൻ്റെ നാമമഹത്വപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം ഈ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ എല്ലാ മതവിശ്വാസങ്ങളും പറയുന്നത്. ഭൂമി സ്വർഗ്ഗമാവണം, ഭൂമി സ്വർഗ്ഗമാവണം, ഈ ഭൂമി സ്വർഗ്ഗമാണ്. അപ്പോൾ അവിടെ എപ്പോഴാണ് ഭൂമി സ്വർഗ്ഗമാവുക? ദൈവ തിരുമനസ്സ് നടക്കുമ്പോഴാണ്. അതാണ് അതിൽ 3-ാമത്തെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ദൈവത്തിൻ്റെ തിരുമനസ്സ് പോലെ ഇവിടെ ജീവിച്ചാലേ, മനുഷ്യൻ ജീവിച്ചാലേ അവിടുത്തെ രാജ്യം ഇവിടെ വരുള്ളൂ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കർത്താവ് 3 കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു തരത്തിൽ അതിൽ കിടക്കണേ. പിന്നെ എന്നുള്ള 4 കാര്യങ്ങൾ മനുഷ്യനായിട്ട് ഇവിടെ കർത്താവ് ജീവിച്ചപ്പോൾ മനുഷ്യൻ്റെ 4 കാര്യങ്ങളാണ്. വിശന്ന് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല, വിശപ്പും ദാഹവും. അപ്പോൾ ഞങ്ങൾക്ക് അന്നന്ന് വേണ്ട ആഹാരം നൽകണമേ. പിന്നെ കർത്താവ് ഈ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആവശ്യമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കണം അങ്ങോട്ടും. കാരണം മനുഷ്യരാണ്, മനുഷ്യർക്കൊക്കെ കുറവുകളുണ്ട്, പരാധീനതകളുണ്ട്, തെറ്റുകൾ പറ്റും. അപ്പോൾ അത് ക്ഷമിക്കാൻ ആളുണ്ടായില്ലെങ്കിൽ പിന്നെ കുടുംബം ഉണ്ടാവില്ല. കുടുംബത്തിലെ ക്ഷമയാണ് നമ്മൾ പഠിക്കുന്ന വലിയ കുടുംബത്തിനെ നിലനിർത്തുന്നത് ക്ഷമയാണ്.
കുറവുകൾ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നതിലാണ്. അപ്പോൾ ക്ഷമയാണ്. പിന്നെ പറയണത് തിന്മ, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണേ. അപ്പോൾ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതും പോലെ, അതായത് ദുഷ്ടത, തിന്മയുടെ ശക്തികൾ, അധമശക്തികൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ലോകത്തിൻ്റെ ജീവിതക്രമങ്ങളിലും നമ്മുടെ ഭാവനകളിലും എല്ലായിടത്തും ഉണ്ടാവും. കാരണം മനുഷ്യനിൽ നന്മയും തിന്മയും ഉണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ കൂട്ടുകൂടും. ആ കൂട്ടുകൂടുന്നതിൽ നിന്ന് രക്ഷിക്കണേ എന്താണ് പിന്നെ ഇതിൽ പറയുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയിലും ഒരു സ്വർഗരാജ്യം ഉണ്ടാകാൻ ജീവിക്കുമ്പോൾ മനുഷ്യനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവന് ആഹാരം ഉണ്ടാവണം, പരസ്പരം ക്ഷമിക്കണം, പിന്നെ അവർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം, ആരും തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൻ്റെ രാജ്യം ഇവിടെ നടക്കും. ദൈവതിരുമനസ്സ് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കും, അവിടുത്തെ രാജ്യം വരും. ഈ സ്വർഗസ്നായ പിതാവിനുള്ള പ്രാർത്ഥനയെ സഭയുടെ പ്രാർത്ഥനയാണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് സഭയുടെ പൊതുവായിട്ടുള്ള എല്ലാ ആരാധനാക്രമത്തിലും ഈ പ്രാർത്ഥനയാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്, സഭയുടെ പ്രാർത്ഥന. സഭയുടെ പ്രാർത്ഥനയായിട്ട് കരുതാൻ കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് ദൈവം യേശു നമുക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ തന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ തന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സഭയ്ക്ക് ഈ ക്രിസ്തുവിനെ തുടരുന്ന, ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരുടെയും കൂട്ടമാണല്ലോ സഭ. ആ സഭ അതുകൊണ്ട് ഇത് കർത്താവ് തന്ന പ്രാർത്ഥനയായി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയാണ്, സഭയുടെ പ്രാർത്ഥനയാണ്. കാരണം അത് കർത്താവ് നമുക്ക് വേണ്ടിയാണ് തന്നത്. ആ അർത്ഥത്തിലാണ് ആദിമ സമൂഹങ്ങൾ ഒക്കെ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കർത്താവ് നൽകിയതിനാൽ ഇതിനെ കർത്തൃ പ്രാർത്ഥന എന്നും പറയാനായിട്ട് തുടങ്ങി. കർത്താവ് കർത്തൃ പ്രാർത്ഥന, കർത്താവിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥന കർത്തൃ പ്രാർത്ഥന എന്നുള്ള ആശയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ ബലിയിൽ നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ചില അനാഫറകളിലെ ഒരു പ്രാവശ്യം കൂടിയുണ്ട്, 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ചില ഓറിയൻ്റൽ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ സോളമായിട്ട് ചെല്ലുമ്പോൾ കുർബാനകളിൽ അതുപോലെ എല്ലാ കൂദാശകളിലും ഉണ്ട്. നമ്മുടെ മിക്കവാറും എല്ലാ മാമോദീസ കൊടുക്കുകയായാലും സൈരലേപനം കൊടുക്കുകയായാലും കല്യാണം കഴിക്കണ എൻ്റെ ചടങ്ങുകൾ തുടങ്ങുമ്പോഴായാലും നടക്കണേ. പിന്നെ നമ്മളിപ്പോൾ രോഗീലേപനം കൊടുക്കുകയാണെങ്കിലും പട്ടം കൊടുക്കുകയാണെങ്കിലും എല്ലാ കൂദാശകളുടെ പരികർമ്മങ്ങളിലും ഇതുണ്ട്. കാരണം ഇത് ക്രിസ്തു നൽകിയതാണ്. ദൈവവും മനുഷ്യനുമായവൻ, രണ്ടു കൂട്ടരുടെ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ, രണ്ടു കൂട്ടരെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയതാണ്. അത് സഭയ്ക്ക് വേണ്ടി നൽകിയതാണ്. അതുകൊണ്ട് സഭ എപ്പോഴെല്ലാം ഒരു സഭയായിട്ട് കൂടുന്നുവോ, എൻ്റെ നാമത്തിൽ 3, 4, 5 പേര് ഒരുമിച്ച് കൂടുമ്പോൾ അത് എവിടെ ഞാനുണ്ട്, അത് സഭ തന്നെയാണ്. അങ്ങനെ കൂടുമ്പോഴൊക്കെ ഈ സഭയുള്ളത് കൊണ്ട് സഭയുടെ ഒരു ഔദ്യോഗിക പ്രാർത്ഥനയായിട്ട് ഈ കർത്താവ് നൽകിയ ഈ പ്രാർത്ഥനയെ സഭ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണിത് സഭയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് ഇനിയും എപ്പിസോഡുകൾ ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് എന്തായാലും ലോർഡ്സ് പ്രെയർ, സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആദ്യത്തെ വിശദീകരണം വളരെ നന്നായിരിക്കുന്നു. അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആദ്യത്തെ എപ്പിസോഡാണിത്. സ്വർഗസ്നായ പിതാവേ എന്ന പേരിൽ പണ്ട് ആകാശങ്ങളിലിരിക്കുന്ന ബാവ തമ്പുരാനെ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ പ്രാർത്ഥനയെക്കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡുകളിൽ വിശദീകരണം ഉണ്ടാവും. ഇത് കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.